നമസ്കാരം. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് നാളെ ഏറെയായി. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 ദിവസം മാത്രം ശേഷിക്കെ 5000 കോടി കണ്ടെത്തേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാനം. കടമെടുക്കുക നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ തന്നെ കേരളം അത് ചെയ്തു. ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കടമെടുത്ത് തീരാ കടക്കണിയിലാകുമോ കേരളം? ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകാം. സംസ്ഥാന ഖജനാവിന് കടുത്ത ധനഞ്ഞെരുക്കം നേരിട്ട മാസമാണ് കടന്നുപോകുന്നത്. ചെലവിനായി 3 ദിവസത്തിനുള്ളിൽ കേരളം കണ്ടെത്തേണ്ടത് 5000 കോടി. പ്രതിസന്ധി പരിഹരിക്കാൻ 5300 കോടി കടമെടുത്തു. പദ്ധതി നിർവഹണത്തിന് പണം വേണം. എടുത്ത വായ്പയ്ക്കായി പലിശ അടയ്ക്കണം. ബില്ലുകളിൽ ഭൂരിപക്ഷവും പരിഹരിക്കണം. ശമ്പളവും പെൻഷനും നൽകണം. ഇങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. ഏപ്രിൽ 3-ാം വാരം മാത്രമേ അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിനെടുക്കാവുന്ന കടത്തിന്റെ പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കൂ. അതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ട അവസ്ഥയിലാണ് കേരളം. ട്രഷറി നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ വരുത്തേണ്ട സ്ഥിതിയാണ്. 10 കോടിക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം എന്ന നിബന്ധന അതേപടി തുടരുകയാണ്. അത്യാവശ്യമല്ലാത്തതിനൊന്നും പണം നൽകേണ്ടെന്നും നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് വിഹിതത്തിന്റെ 3-ാം ഗഡു നൽകാത്തതിലുള്ള വിമർശനം ഉയരുന്നതിനിടെയാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് കേരളം വഴുതി വീഴുന്നത്. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിനെടുക്കാവുന്ന കടത്തിന്റെ പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുക ഏപ്രിൽ 3-ാം വാരമാണ്. അതുവരെ പ്രതിസന്ധി തുടരുമെന്ന് വ്യക്തം. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം. കടമെടുത്ത് കടക്കണിയിലാകുമോ കേരളം എന്നാണ് ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നത്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ എന്നോടൊപ്പം ചേരുന്നു സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നിയതി. നമസ്കാരം സാർ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയ പോലെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ. നമുക്കറിയാം, സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്. അപ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്ന ഈ ഉത്തേജക പാക്കേജുകൾ കൊണ്ടൊക്കെ മറികടക്കും, അല്ലെങ്കിൽ ആ തരത്തിൽ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമെന്നൊരു പ്രതീക്ഷ ആ ബജറ്റ് സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ കടമെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ കടമെടുത്ത് നമ്മളുടെ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണ് ഈ ഒരു അവസ്ഥയിൽ താങ്കൾക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഈ ഒരു സമയത്ത് ഈ സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താനുള്ളത്? അല്ലത് ഈ മിസ്റ്റർ ജോയ് പറഞ്ഞതുപോലെ 2022-23 സാമ്പത്തിക വർഷം അവസാനിക്കാൻ കേവലം 3 ദിവസത്തെ വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ. ആ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഇത്ര രൂപ കടമെടുക്കുന്നു അല്ലെങ്കിൽ വായ്പ എടുക്കുന്നു. അതൊരു സ്വാഭാവികമായ കടമെടുപ്പ് മാത്രമാണ്. പക്ഷേ പ്രശ്നം അതല്ല. 2022-23 ബഡ്ജറ്റ് തയ്യാറാക്കി ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കി വരുന്ന അവസരത്തിൽ അന്ന് മുതലേ നല്ല വിദഗ്ധമായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് വഴി നമ്മുടെ സമ്പദ്ഘടന നടത്തിക്കൊണ്ടു പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പരാജയം അല്ലെങ്കിൽ ക്രൈസിസിലേക്ക് ചാടേണ്ട സാഹചര്യം വരികയില്ലായിരുന്നു. കാരണം 2022-23 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. നിങ്ങളുടെ വായ്പ എടുക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്നുണ്ട്. കാരണം കിഫ്ബി വായ്പയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വായ്പയും കേരളത്തിൻ്റെ പൊതു വായ്പയിൽ നിന്ന് കുറയ്ക്കും. അതെത്രയാണെന്ന് നോക്കി അതും നിങ്ങളുടെ വായ്പയും തമ്മിൽ താരതമ്യപ്പെടുത്തി നിങ്ങളുടെ വികസന ചെലവുകൾ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ 2022 ജൂലൈ മുതൽ നിങ്ങൾക്ക് കിട്ടാനുള്ള GST നഷ്ടപരിഹാരം കിട്ടുകയില്ല. 5 വർഷം കൊടുത്ത് ഇനി കിട്ടത്തില്ല. അതിന് നിങ്ങൾ നടപടി സ്വീകരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഗവൺമെൻറ് ഓഫ് കേരള ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ കമ്മീഷൻ കേരളത്തിൻ്റെ വിഹിതം കുറച്ചു എന്നുള്ളൊരു വിമർശനമാണ്. പക്ഷെ അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം നികുതി വിഹിതം കൊടുക്കുന്നത്. ആ നികുതി വിഹിതം കൊടുത്ത അവസരം അവർക്കൊരു മാനദണ്ഡമുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിൽ 23 സംസ്ഥാനങ്ങളിൽ നിർദ്ദേശിച്ച മാനദണ്ഡമാണ് ധനകാര്യ കമ്മീഷൻ
പിന്നെ ഈ 15ാം ധനകാര്യ കമ്മീഷൻ സ്വീകരിച്ചത്. അന്നേരം അത് ഒരിക്കലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. അപ്പോൾ അന്നേരം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കുണ്ടായ കുറവ്, അതായത് ഇപ്പോൾ അവർ പറയുന്നത് 2.5% നിന്നും 1.95% ആയിട്ട് കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്, ശരിയാണ്. അന്നേരം അവരൊരു നിർദ്ദേശം വെച്ചത് ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിന് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ 4 വർഷം ഏകദേശം 52,000 കോടി രൂപയുള്ള റവന്യൂ കമ്മി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 18,000 കോടി രൂപ റവന്യൂ കമ്മി ഗ്രാൻഡായിട്ട് കൊടുത്തു. അതിനടുത്ത വർഷം, കഴിഞ്ഞ വർഷം 19,800 കോടി രൂപയാണ് കൊടുത്തത്. ഈ നടപ്പ് സാമ്പത്തിക വർഷം 22-23 അത് ഏകദേശം 13,300 കോടിയായിട്ട് കുറഞ്ഞു. അടുത്ത വർഷം ഏകദേശം 4,700 കോടി രൂപ കിട്ടും. അത് അടുത്ത വർഷത്തോടു കൂടി ഇത് തീരുകയും ചെയ്യും. അന്നേരം ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന് വേണ്ടി കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ഇതാണ്. ഈ റവന്യൂ ഡെഫിസിറ്റ് കമ്മിയും GST കോമ്പൻസേഷനിലുണ്ടാകുന്ന കുറവും അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന മറ്റ് ഗ്രാൻഡിൻ്റെ എയ്ഡുകളും എത്രയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളുടെ വിഭവ സമാഹരണ ശേഷിയും അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറും ഫണ്ട് റൈസിങ്ങും നടത്തിക്കൊണ്ട് പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മാർച്ച് അവസാനം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ചെന്ന് ചാടുകയില്ല. അവിടെ എനിക്ക് തോന്നുന്നൊരു സംശയം, അല്ലെങ്കിൽ സർക്കാർ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന ധനമന്ത്രി തന്നെ പറയുന്നൊരു ചോദ്യം അത് പ്രസക്തമല്ലേ എന്നുള്ളൊരു സംശയമാണ്. അതായത് കേന്ദ്രം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഒരുപക്ഷേ ഈ സാമ്പത്തികമായി പല കാര്യങ്ങളിലും കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളും കേന്ദ്രത്തിൻ്റെ സഹായവും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ അത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി എന്ന് ധനമന്ത്രി പറയുമ്പോൾ അതിൽ വസ്തുതയില്ലേ? അല്ല, നിയന്ത്രണങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു സംസ്ഥാനത്തിന് മാത്രം നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ് ഓരോ സംസ്ഥാനത്തിന് ഇത്ര വിഹിതം കൊടുക്കണം, അവർക്ക് കമ്മി ഇത്ര വരും, അതിൻ്റെ നികത്താനായിട്ട് നേരത്തെ പറഞ്ഞാൽ റവന്യൂ കമ്മി ഗ്രാൻഡ് ഇത്രയായിരിക്കണം, അതിൽ ഓരോ വിഭാഗം ടാക്സിൻ്റെ ഇത്ര ശതമാനം കൊടുക്കണമെന്ന് വ്യക്തതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുക. അന്നേരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിവേചനം കാണിക്കുന്നില്ല. ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരം ധനകാര്യ കമ്മീഷൻ പറയുന്ന തുക എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം കേരളത്തോട് വിവേചനം കാണിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വിവേചനം എന്ന് പറയുന്നത് ഈ GST കോമ്പൻസേഷൻ്റെ കാര്യത്തിലാണ്. 2017 GST വന്നു. 17 GST വന്ന അവസരത്തിൽ GST കൗൺസിൽ തീരുമാനിച്ചത് ആദ്യ 5 വർഷം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിഹരിക്കും. അതായത് അന്ന് കണക്ക് കൂട്ടിയ അവസരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഓരോ സംസ്ഥാനത്തിനും 14% കുറവ് GST കളക്ഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുറവ് അവർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും. 2017 മുതൽ 22 വരെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡിൻ്റെ കാലം 2020-21 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ GST കളക്ഷൻ കുത്തനെ താഴുകയാണ് ചെയ്തത്. 1,00,000 കോടിയിൽ നിന്ന് 40,000 കോടി രൂപയായിട്ട് വരെ കുറഞ്ഞു. സംസ്ഥാനങ്ങളെയും കുറഞ്ഞിട്ടുണ്ട്. അന്നും ഗവൺമെൻറ് ചെയ്തത് റിസർവ് ബാങ്കിൽ നിന്നും 4.5% വായ്പ എടുത്ത് സംസ്ഥാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. അന്നേരം എവിടെയാണ് വിവേചനം കാണിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സംസ്ഥാനത്തിലൂടെ കാണിച്ചിട്ടില്ല. ഒരു സംസ്ഥാനത്തിലൂടെ അങ്ങനെ പ്രത്യേകം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടെ സംഭവിച്ചത് 2021-22 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോവിഡിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും റവന്യൂ കുറഞ്ഞ അവസരത്തിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ GDPയുടെ 4.5% ബോറോ ചെയ്യാനുള്ളൊരു അനുവാദം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തു. 4.5%. അതും ഫസ്റ്റ് 2 ഇയേഴ്സിലേക്ക് മൊത്തം 21-22, 22-23. അടുത്ത വർഷം അത് കുറയും, വീണ്ടും 3% വരും. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്ത അവസരത്തിൽ ചില കണ്ടീഷൻസ് വെച്ചിരുന്നു. ആ കണ്ടീഷനിൽ ഒന്ന് 1 റേഷൻ കാർഡ് ഫോർ 1 നേഷൻ, അത് നിങ്ങൾ നടപ്പിലാക്കണം 0.5%. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് കേരളം അത് തന്നെ വളരെ എല്ലാ ലാഭത്തിൽ ഓടിയിട്ടില്ല. അതൊരു കണക്ക് റണ്ണിങ് പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഓപ്പറേറ്റിംഗ് റവന്യൂ സ്വീകരിച്ച് ഏകദേശം 300 കോടി രൂപ 300 കോടി രൂപയുടെയും കണ്ടൊരു ലാഭം കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ. പക്ഷെ അതൊരു സ്ഥിരമായിട്ടുള്ള ലാഭമാണെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ഈ പീക്ക് അവേഴ്സിലെ റേറ്റ് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള അത് ഡോക്ടർ അശോകന്റെ സമയത്ത് കൊണ്ടുവന്നതാണ്. അല്ല, അതുകൊണ്ട് ചില ഗുണങ്ങൾ കേരളത്തിന് കുറച്ചൊക്കെ സാമ്പത്തികമായി ലാഭം കിട്ടുമെന്ന് പറയപ്പെടുന്നു. ശരിയാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല. അന്നേരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് നമ്മുടെ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ 15%.
ധനകാര്യ കമ്മീഷനും പറയുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രസരണ നഷ്ടം 10% കുറയ്ക്കണം. 5% പ്രസരണ നഷ്ടം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് വരുന്നത്. പക്ഷെ അതിനവർ വെച്ച ഒരു കണ്ടീഷൻ സ്മാർട്ട് മീറ്ററാണ്. അതിന് റിഫോംസ് കൊണ്ടുവരിക. അന്നേരം ഉപഭോക്താവിന് നേരിട്ട് റീഡ് ചെയ്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാം. അതേപോലെ നല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ് പെയ്ഡ് ആക്കാം, പ്രീപെയ്ഡ് ആക്കാം, അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. അതിന് നിങ്ങൾ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ആ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള പരിധി 0.5% കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന അവസരത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയൻ ഒന്നും സംഭവിക്കത്തില്ല, സർവീസ് സംഘടനകളൊന്നും അനുസരിച്ച്. പക്ഷേ ഗവൺമെൻറ് ഓഫ് കേരള അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് യൂണിയൻ സംഘടനകളുടെ ഈ പ്രതിഷേധം മറികടന്നുകൊണ്ട് കേരളത്തിലെ 3 കോർപ്പറേഷൻ ഏരിയകളിൽ ഇപ്പോൾ സ്മാർട്ട് മീറ്റർ പരിപാടി നടപ്പിലാക്കാൻ, റിഫോംസ് നടപ്പിലാക്കാമെന്ന് സമ്മതിച്ചതുകൊണ്ടാണ് ഈ ഇപ്പം പറയുന്ന 5,000 കോടി രൂപ വായ്പ എടുക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സമ്മതിച്ചു. അതിന് അവിടെ എങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ വിവേചനം കാണിച്ചു നമ്മളോട് പറയും, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ 15% പ്രസരണ നഷ്ടത്തിൽ നിന്ന്, കാരണം അവിടെ ഒരു ഇതുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി വിലയ്ക്ക് വാങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ആവശ്യമായ വൈദ്യുതിയുടെ 20% നമ്മൾ വാങ്ങുകയാണ്. വില കൂട്ടി വാങ്ങുന്നു, എന്നിട്ട് വില കൂട്ടി വിൽക്കുന്നു. അന്നേരം അത് സ്വാഭാവികമായിട്ടും നഷ്ടമുണ്ടാകത്തില്ലേ. അന്നേരം അതിന് പരിഹാരം കാണാതെ കണ്ടിട്ട് വായ്പ എടുക്കാൻ അനുവദിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പരിഷ്കരണം കൊണ്ടുവന്ന് മുതലാളിവൽക്കരണത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരികയാണെന്ന് പറയുന്നത് അതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല. മറ്റൊരു സാർ, വേറൊരു കാര്യം, നമ്മളെ വല്ലാത്ത ബാധിച്ച ഒരു അസുഖമാണ് കോവിഡ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമ്മളിപ്പോഴും മറികടന്നിട്ടുമില്ല. ഇതിൻ്റെ അലയൊലികൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തെ സംബന്ധിച്ചും അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്നു. അത് ഞങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലായെന്ന് സംസ്ഥാനത്തെ ധനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയെങ്കിലും കേന്ദ്രം ഒരു സഹായം ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു സംശയം പലരും. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, നമ്മുടെ ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് സഹായിക്കാൻ പറ്റുമോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്? എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സഹായമാണ് കൊടുത്ത റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. 3 വർഷം കൊണ്ട് 52,000 കോടി രൂപയാണ് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയും ഗവൺമെൻറ്റൊക്കെ പറഞ്ഞിരുന്നത് GST കോമ്പൻസേഷൻ 5 വർഷം കൊണ്ട് നീട്ടിത്തരണം, ഞങ്ങൾക്ക് കൃത്യ സമയത്ത് കിട്ടുന്നില്ല, ഇത്ര കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമല്ലായിരുന്നു. അതിന് പാർലമെൻറ്റിൽ വന്നപ്പോഴല്ലേ ധനകാര്യമന്ത്രി അതിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിച്ചത്. സമയത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല, AGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്നില്ല. അവസാനം 960 കോടി രൂപ മാത്രമേ ഉള്ളായിരുന്നു ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കിട്ടാനുള്ള കുടിശ്ശിക. അത് AGയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് AGയുടെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചു കൊടുത്തു, അതും കൊടുത്തു. അന്നേരം അവിടെയും കുടിശ്ശിക ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ഓർക്കുന്നത് വേറൊരു കാര്യമുണ്ട്. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 16,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. പല GST ആണെന്നുണ്ടെങ്കിലും എക്സൈസ് ആണെന്നുണ്ടെങ്കിലും അത് 57 മുതലുള്ള കുടിശ്ശികയുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതൊരു വലിയ അലംഭാവമല്ലേ? അലംഭാവം തീർച്ചയായിട്ടും. ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും കേന്ദ്രത്തെയാലും മറ്റ് കാര്യങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും പിടിച്ചെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റ് ഒരു ഇൻഎഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം കോടതി വ്യവഹാരത്തിലല്ലാത്ത കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സമയബന്ധിത ടാർഗറ്റ് ഫിക്സ് ചെയ്ത് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നുകൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല. അതൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നിട്ട് അത് ചെയ്യാതെ കണ്ടിട്ട്, അതായത് നമ്മൾ ചെയ്യാനുള്ള കടമകളെല്ലാം നമ്മൾ നിർവഹിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ കണ്ടിട്ട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളൊരു 2 കാര്യങ്ങളോട് ഓർത്ത് നോക്കുക. എന്തുകൊണ്ട് കേരളം ഇങ്ങനെയുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പെട്ടെന്ന് വരാനുള്ള കാരണം, 2022-23 ബഡ്ജറ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ 90,000 കോടി രൂപ, അതായത് നമ്മുടെ മൊത്തം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1.35 ലക്ഷം രൂപയാണ്. 1,35,000 കോടി രൂപ റിവൈസ് എസ്റ്റിമേറ്റ് അനുസരിച്ച്. അതിൽ 90,000 കോടി രൂപ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ഒന്ന് പെൻഷൻ, ഒന്ന് സാലറി, ഒന്ന് ഇൻട്രസ്റ്റ്. ഒരു വർഷം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി മാത്രം 26,000 കോടി രൂപ മാറ്റി വെക്കണം. ശമ്പളത്തിന് 40,000 കോടി രൂപ മാറ്റി വെക്കണം. പെൻഷൻ കൊടുക്കുന്നുണ്ട്, സർവീസ് പെൻഷൻ 28,000. എന്നിട്ട് ഇതെല്ലാം കൂടി വരുന്ന അവസരം 90,000 കോടി രൂപ ചിലവഴിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന് ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഗവൺമെൻറ് തന്നെ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ ചിലവ് ചുരുക്കി അനാവശ്യ ചിലവുകൾ ചുരുക്കുക, ചിലവുകൾ ചുരുക്കി മിച്ചം ഉണ്ടാക്കുക,
മിച്ചം അല്ലാതെ എല്ലാം വായ്പ എടുത്ത് ഞങ്ങൾ ചിലവാക്കും എന്നുള്ള ഒരു ഇതിൽ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ അനാവശ്യ ചിലവുകൾ കുറച്ച് മിച്ചം ഉണ്ടാക്കുക. എങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ എല്ലാവരും പറയുന്നത് സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലേ തീർച്ചയായും ഞാൻ സാറിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ കാര്യങ്ങൾ കൂടി നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള. ഹലോ, സുബേന്ദ്രായ എന്നാ അവനോട് പറഞ്ഞേക്ക്, മക്കളുടെ വാശി പോലെ തന്നെ അമ്മ ആശുപത്രിയിലായെന്ന്. പറഞ്ഞേക്കാം. രാജ് സാറേ, ആശുപത്രി കൊണ്ടുവന്ന് കേട്ടോ. നീ മക്കളോടൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്, അമ്മ ആശുപത്രിയിലൊന്നുമല്ല വീട്ടിലാണെന്ന്. ഇതെന്റെ വീട് പോലല്ലയോ, ഇവരൊക്കെ എന്റെ മക്കളല്ലേ. ഹൃദയാരോഗ്യ സംരക്ഷണം ഇനി മെഡിറ്റീന ഹോസ്പിറ്റലിൽ. സംസ്കാരശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചീഫ് എഡിറ്റേഴ്സ് കോളം തുടരുന്നു. എന്നോടൊപ്പം ഡോക്ടർ നിയതി തുടരുന്നുണ്ട്. കടമെടുത്ത് എത്ര നാൾ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചർച്ചയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിരവധി ഇപ്പോൾ ഗവൺമെൻറ് കോൺട്രാക്ടർമാരായാലും അല്ലെങ്കിൽ അത്തരമുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പല തരത്തിലും ഒരുപാട് കടം ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതല്ലേ? കടമെന്ന് പറയാൻ പറ്റത്തില്ല, ബാധ്യത, കൊടുത്തു തീർക്കാനുള്ള ബാധ്യത. അത് ഞാൻ ചെറുതായിട്ട് നോക്കിയ അവസരത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2022-23 അവസാനിക്കുമ്പോൾ അവരുടെ കോൺട്രാക്റ്റ്, നിർമ്മാണ പ്രവർത്തികൾ ചെയ്ത കോൺട്രാക്ടേഴ്സ് പറയുന്നത് അവർക്ക് ഏകദേശം 16,000 കോടി രൂപയുടെ കുടിശ്ശിക കിട്ടാറുണ്ടെന്നുള്ളത്. പക്ഷെ അത് വലിയൊരു എമൗണ്ടാണ്. അത് കൊടുത്തു തീർക്കാനുള്ളതാണ്. റവന്യൂ വരുമാനം റേസ് ചെയ്ത് കൊടുത്തു തീർക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. എങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻകാർക്കും 5 ഗഡു DA പെൻഡിങ് ആണ്. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെ നോക്കുന്നത് 5 എണ്ണം. 5 ഗഡു DA എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. അതും ഒരു ബാധ്യതയായിട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ 2021-22 ഗവൺമെൻറ് ഓഫ് കേരള പെൻഷൻ പരിഷ്കരണം വരുത്തി, ശമ്പള പരിഷ്കരണം വരുത്തി. അന്ന് ഒരു വർഷം 2021-22 ഒരു വർഷത്തെ അധിക പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 24,000 കോടി രൂപയാണ്. ആ 24,000 കോടി രൂപയുടെ അധിക പേയ്മെൻറ്റാണ് കേരള സർക്കാരിനെ ഈ പരുവത്തിലേക്ക് മാറ്റിയെടുത്തതെന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷെ അങ്ങനെ കൊടുത്തെങ്കിൽ, അത് നടപ്പിലാക്കിയെന്നുണ്ടെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2 ഗഡു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. അതേപോലെ തന്നെ പെൻഷൻകാർക്കും 2 ഗഡു തീർക്കാനുണ്ട്. ആ 4 ഗഡുവിനും കൂടി പെൻഷൻകാരുടെ 2ഉം ഉദ്യോഗസ്ഥരുടെ 2ഉം കൂടി ഏകദേശം ഒരു 6,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വരും. അന്നേരം അതൊരു കൊടുത്തു തീർക്കാനുള്ള ബാധ്യതയായിട്ട്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉദ്യോഗസ്ഥർക്ക് സറണ്ടർ ലീവ് സാലറി കൊടുക്കുന്നില്ല. ആ 2 വർഷത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് ഇറ്റ് കംസ് അറൗണ്ട് 5,000 crore വരുന്നത്. അന്നേരം ഈ ഒരു ഭാഗത്ത് DA കുടിശ്ശിക, മറുഭാഗത്ത് ശമ്പള പരിഷ്കരണ, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, അതേപോലെ തന്നെ സറണ്ടർ ലീവ് സാലറി പെൻഷൻ, വർക്കേഴ്സിൻ്റെ, അത് നേരത്തെ പറഞ്ഞ കോൺട്രാക്ടേഴ്സിൻ്റെ 16,000 കോടി. അതിനു പുറമെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ UGC, കേരളത്തിലെ UGC അധ്യാപകർക്ക് പിന്നെ കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, അതായത് പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കൊടുക്കാനുണ്ട് 750 കോടി രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരത്തെ കേരളത്തിന് ട്രാൻസ്ഫർ ചെയ്താണ്. ഗവൺമെൻറ് എടുത്ത് അത് ചിലവാക്കി, പക്ഷേ അവർക്ക് കൊടുത്തിട്ടില്ല. UGC അധ്യാപകർക്ക് കൊടുക്കാനുള്ള 750 കോടി രൂപയുടെ അധിക ബാധ്യത പിന്നെ കിടക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആശാ വർക്കേഴ്സിനോ
പിന്നെ കുടിശ്ശിക കൊടുത്ത് തീർത്തിട്ടില്ല. അവർക്ക് പെൻഡിങ് കുടിശ്ശികയാണ്, അവർ സമരമാർഗത്തിലാണ്. അതുപോലെ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേരക അധ്യാപകർ, അവർക്ക് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുണ്ട്. അതേപോലെ തന്നെ അവസാനമായിട്ട് ഇപ്പം പറയുന്നത് നെല്ല് സംഭരണം നടത്തിയതിന് അവർക്ക് കൊടുത്തു തീർക്കാനുള്ള ഏകദേശം കർഷകർ കൊടുക്കാനുള്ള 450 കോടി രൂപയാണ്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30,000 കോടി രൂപയുടെ ബാധ്യത, കുടിശ്ശിക ബാധ്യത പേറുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. ഇത്രയും 30 കോടിയോളം രൂപ 30,000 കോടിയോളം സാമ്പത്തിക ബാധ്യത നിലനിൽക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുമെന്ന് പറഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തെങ്കിലും മാജിക്ക് എന്തെങ്കിലും കാണിക്കണം, അതിനുള്ള ഒരു അല്ല, ഇത് 30,000 കോടിയാണ്. എന്ത് മാജിക്ക് കാണിച്ചാലും വലിയൊരു തുകയാണ്. വലിയ തുകയുണ്ട്. അവരുദ്ദേശിക്കുന്ന വായ്പ എടുക്കാമെന്നായിരിക്കും വീണ്ടും. പക്ഷെ അടുത്ത കൊല്ലത്തെ വായ്പയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അത് ഇതേപോലെ തന്നെ കിഫ്ബിക്കും അതേപോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി, അപ്പോൾ അതുകൂടെ അവർക്ക് 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാറുണ്ട്. അവരുടെ 3 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് ഏകദേശം 2,500 കോടി രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 30,000 കോടി അടുത്തതിൻ്റെ കൂടെ ഇതും കൂടെ വരികയാണ്. ഇതിന് ഏത് രീതിയിൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ബാധ്യതകൾ കൊടുത്തു തീർക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ചിത്രം 2023-24 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും നമ്മുടെ ധനമന്ത്രിക്കില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ പരിതാപകരമാണ്. അവിടെ സാർ എനിക്ക് ഒരു സംശയം, ഇവിടുത്തെ ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ഇതൊന്നും കാണുന്നില്ല. അവരെന്ത് ഉറക്കം നടിക്കുകയാണോ? അവരിത് ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും ഒരു പ്ലാനിങ് നടത്തേണ്ടേ? ഈ 30,000 കോടി എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും മറികടക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ബാധ്യതകൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതല്ലേ? ഞാൻ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വിട്ടുപോയത്. കേരളത്തിൽ 2022-23 വാർഷിക പദ്ധതി, സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതി 30,370 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 25-ാം തീയതി ചെലവഴിച്ചത് 70% താഴെയാണ്. ഈ 30,370 കോടി രൂപയിൽ ഏകദേശം 20,500 കോടി രൂപയാണ് മാർച്ച് 25 വരെ ചെലവഴിച്ചത്. അതിൽ സംസ്ഥാനം ചെലവഴിക്കാനുള്ള ഇനി 9,040 കോടി വരും. ഗ്രാമപഞ്ചായത്തുകൾ ഏകദേശം 2,000 കോടി രൂപകളും ചെലവഴിക്കാനായിട്ട് വരും. അതായത് 2 പേരും കൂടെ ഏകദേശം ഒരു 10,000 കോടി രൂപകളും ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഈ 3 ദിവസം കൊണ്ട് എങ്ങനെ 10,000 കോടി രൂപ കണ്ടെടുത്ത് ചെലവഴിക്കാൻ പറ്റും? അതായത് നമ്മുടെ ആ പ്ലാനിങ് എക്സർസൈസ് തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഞാനിതിൽ കാണുന്നത് ധനകാര്യ മാനേജ്മെൻറ്റിൽ വൈദഗ്ധ്യം കാണിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ് സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സംവിധാനമോ ഇല്ല എന്നുള്ളതിന് വ്യക്തമായ രൂപമാണ് ഇന്ന് കേരള ഗവൺമെൻറ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി. അത് ഇന്നും നാളെയും തീരത്തില്ല, വർഷങ്ങളെടുക്കും ചിലപ്പോൾ തീരാനായിട്ട്. അതിന് അനുസൃതമായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് 2023-24 തുടക്കം മുതൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്രമേണ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും ഈ ജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ട ഫണ്ടുകൾ ലഭിക്കുന്നില്ല. അത് കാരണം പല ഈ പരിപാടികളും മുടങ്ങിക്കിടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനങ്ങൾക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സർക്കാരിനൊന്നും ചെയ്യാൻ വഴിയില്ല. ഈ പല ബില്ലുകളും മാറേണ്ട, അതിനൊരു പ്രത്യേക തുക നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തുകകളൊന്നും മാറേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കരാറുകാരായാലും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവരാണല്ലോ ഇതെല്ലാം ചെയ്ത് അവരുടേതായ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ കടക്കണിയിലേക്ക് കൊണ്ട് തള്ളിവിട്ടുകൊണ്ടിരുന്നാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ചോദ്യചിഹ്നമായിട്ട് തന്നെ ശേഷിക്കുകയാണ്. കാരണം ഇപ്പം ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഇത് അനുസരിച്ച് 2 ഉത്തരവുകൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ബില്ലുകളും മാറ്റിവെക്കണം. അതെ, ഗവൺമെൻറ് അംഗീകാരം അല്ല അനുവാദമില്ല, കൊടുക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥ, അവർക്ക് ഈ ഡെപ്പോസിറ്റ് വർക്കുകളെന്ന് പറയുന്നുണ്ട്. അതായത് ലോക്കൽ ബോഡീസ് വാട്ടർ അതോറിറ്റിക്ക് ഡെപ്പോസിറ്റ് കൊടുക്കും, ചില വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കും. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് നിർമ്മിതി കേന്ദ്രയ്ക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഡെപ്പോസിറ്റ് വർക്കിന് വേണ്ടി 3 സ്ഥാപനങ്ങൾ നിക്ഷേപിച്ച തുകയിൽ 20% അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി 80% തിരിച്ചെടുത്ത് ഗവൺമെൻറ് ട്രഷറിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകളാണ്. അത് പരിഹരിക്കാനുള്ള ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം കിഫ്ബിയെ പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല, ഒന്നുമില്ല, അതൊരു അടഞ്ഞ അധ്യായം പോലെ ആയെന്നാണ്. ഇവിടെയൊക്കെ ഞാൻ കാണുന്നത്
ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത കോൺട്രാക്ടർമാരടക്കം വളരെ കഷ്ടത്തിലാണ്. ഈ കിബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും മിണ്ടുന്നതുമില്ല, അത് ആ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെ ഇല്ലാതായിരിക്കുന്നത്. ഇല്ലാന്നൊക്കെ പറയുന്നില്ല, വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്ന് പേയ്മെൻറ്റ് നടത്തും, പുതിയ പുതിയ വർക്കുകൾക്ക് എങ്ങനെ ഈ അനുവാദം കൊടുക്കാൻ പറ്റും, കൊടുത്ത വർക്കുകൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അതിനുവേണ്ടി വന്നു വരുന്ന ധനം എങ്ങനെ സമാഹരിക്കും. വായ്പ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് ഇന്ന് 2 ദിവസത്തേക്ക് ഒരു വീണ്ടും റിപ്പോർട്ട് കിടക്കുന്നുണ്ട്. വേൾഡ് ബാങ്കിൽ നിന്നും 2ാം ഗഡുവായിട്ടെങ്ങാണ്ട് 1500 കോടി രൂപയുടെ എങ്ങാണ്ട് വായ്പയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഓർക്കേണ്ടുന്നത് 2018-19 നമ്മുടെ ഈ പ്രളയം കഴിഞ്ഞ അവസരത്തിൽ വേൾഡ് ബാങ്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു. കേരളത്തിൻ്റെ നഷ്ടം അസസ് ചെയ്തിട്ട് അവരുടെ കണക്കനുസരിച്ച് ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്, അല്ലെ കേരള സംസ്ഥാനത്തിനുണ്ടായിട്ടുണ്ടെന്ന്. അത് പരിഹരിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി കേരള ഗവൺമെൻറ് റീബിൽഡ് എന്നും പറഞ്ഞൊരു വലിയൊരു പരിപാടിയൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഗവൺമെൻറ് ഓഫ് വേൾഡ് ബാങ്ക് 3500 കോടി രൂപയുടെ ഒരു വായ്പയാണ് സാങ്ഷൻ ചെയ്തത്. പക്ഷെ അതെവിടെ എത്ര ചിലവഴിച്ചു എന്നോ ഇപ്പോഴും കണക്കുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു പല രീതിയിലും പിന്നെ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കയറി പിടിക്കും. എന്നിട്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് കിട്ടാനുള്ള നികുതി വിഹിതത്തിൽ നിന്ന് കുറച്ചിട്ടേ നമുക്ക് തിരുത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ വേൾഡ് ബാങ്കിൻ്റെ ലോണിന് ആ പ്രശ്നമൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 2 ദിവസത്തേക്ക് മുമ്പ് റിപ്പോർട്ട് കിടക്കുന്നുണ്ട് വേൾഡ് ബാങ്കിനെ വീണ്ടും ലോണിന് വേണ്ടി സമീപിക്കാനായിട്ട്. പക്ഷെ നമ്മളിങ്ങനെ വായ്പ എടുത്തെടുത്ത് അല്ല, അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. സാർ നേരത്തെ പറഞ്ഞു ഇതൊരു പ്രോസസ്സാണ്, കടമെടുക്കുന്നത്. പക്ഷേ എടുത്തെടുത്ത് നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും? ജനം ഇത് നോക്കുകയാണ്, കേരളം ഇങ്ങനെ കടം എടുത്തോണ്ടിരിക്കുന്നു, എന്നാൽ കാര്യമായിട്ട് നടക്കുന്നുമില്ല. ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ പറയുന്നത് കേരളം രാജ്യത്തെ 5 ഡെപ്റ്റ് ട്രാപ്ഡ് സ്റ്റേറ്റുകളുണ്ടെന്നാണ് പറയുന്നത്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചാബാണ്. കേരളം 3ാമത് നിൽക്കുകയാണ്. അങ്ങനെ ഡെറ്റ് ട്രാപ്പ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ GDPയുടെ 40% വായ്പയായിട്ട് വരും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വായ്പ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കയറി പിടികൂടും. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാകും. ഗവൺമെൻറ് മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അനാവശ്യ ചിലവുകൾ കർശനമായിട്ട് വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇത്രയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏത് മേഖലയിലേക്ക് എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ ഞാനിപ്പം ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ സാധാരണ ജനങ്ങളായിരിക്കും. അവരുടെ ഒരു ആശങ്ക വല്ലാത്തൊരു ആശങ്കയാണ്. കാരണം ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ജീവിതം ഏത് തരത്തിലേക്ക് പോകും? അപ്പോൾ അവരോട് നമുക്ക് എന്താണ് ഈ സമയത്ത് പറയാൻ കഴിയുക? അല്ല, നമുക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലാത്തൊരു ചോദ്യമാണ്. അതിനൊരു ലഘുവായി ഉത്തരം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ അസാധ്യമാണ്. കാരണം ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഏകദേശം 50 ലക്ഷത്തിൽ പല ആൾക്കാർക്ക് 1600 വെച്ച് മാസ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതെങ്കിലും മുടങ്ങാതെ അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പേരെങ്കിലും രക്ഷപ്പെടും. കാരണം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാർഷിക മേഖല പരാജയത്തിൻ്റെ വക്കിലാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നെല്ല് ഉൽപ്പാദിപ്പിച്ച് പാടശേഖരങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. പുറക്കുവറിയാൻ ആളില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത നെല്ലിൻ്റെ വില കൊടുക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അവിടെയും നമ്മൾ കേരള ഗവൺമെൻറ്റിനെ പറ്റി ചിന്തിക്കുക. കേരള ബാങ്ക് ഞങ്ങളുടെ ബാങ്കാണ്, സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി. പക്ഷെ അവർ പോലും ഇപ്പോൾ ഈ വായ്പ കൊടുക്കാനായിട്ട് വിമുഖത കാണിക്കുകയാണ്. കാരണം സർക്കാർ ആ പരുവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സാധാരണക്കാരന് പിന്നെ വേറൊരു കാര്യമുണ്ട്. സാധാരണക്കാരൻ്റെ വേജ് റേറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവർക്ക് കാണും. അല്ലാതെ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ഇത് നന്നാക്കി കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാം എന്നുള്ള ഒരു അമിത വിശ്വാസം തൽക്കാലത്തേക്ക് സാധാരണ ജനങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ലോകം തന്നെ സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, ഒരർത്ഥവുമില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കർശനമായിട്ട് അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക, ഉദ്യോഗസ്ഥരെ കൊണ്ട് ജോലി ചെയ്യുക. ഇപ്പം നമ്മൾ എടുത്തുനിന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഞങ്ങളൊക്കെ സർവീസിലുണ്ടായിരുന്ന അവസരത്തിൽ നല്ല സീനിയർ IAS ടോപ്പ് ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ വാക്കുകൾക്ക് ഇവിടുത്തെ ഭരണകൂടം വില കൊടുത്തിരുന്നു. റിസോഴ്സ് റേസിംഗ് ആണെന്നുണ്ടെങ്കിലും റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തമായൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂറോക്രസി ഇന്ന് കേരള സംസ്ഥാനത്തിലില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായൊരവസ്ഥ, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ശരി, തീർച്ചയായും അതാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 3 ദിവസങ്ങൾ മാത്രം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ നിൽക്കുമ്പോൾ
വല്ലാത്ത കണക്കുകളാണ് പുറത്തു വരുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ കോൺട്രാക്ടർമാരടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വരുമാനം കാത്തിരിക്കുന്ന നിരവധി പേരുമുണ്ട്. അപ്പോൾ എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാമെന്ന് ചിന്തിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ദൂർത്ത് അതിൻ്റേതായ വഴി കൂടെ പോകുന്നു. അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇത് പരിഹരിക്കാനുള്ള താങ്കളെപ്പോലുള്ള അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ആണ് ഇപ്പോൾ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പറഞ്ഞു വന്നതുപോലെ ഇത് പരിഹരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായാൽ നന്ന്. തീർച്ചയായിട്ടും. എന്തായാലും അത്തരമൊരു ശ്രമം സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകരും അടക്കമുള്ള ജനങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് കോളം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം സഹകരിച്ച ഡോക്ടർ നിയതി, സാമ്പത്തിക വിദഗ്ധൻ, നന്ദി. എഡിറ്റേഴ്സ് കോളം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും നാളെ. നമസ്കാരം.